ബി ടോപ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പേർട്ടുകളെയാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ എന്തായാലും സൊസൈറ്റിയിലേക്ക് ആവശ്യമുണ്ട്. ഒരുപാട് ആളുകൾ ഇവരെ ഉപയോഗപ്പെടുത്താനായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൃത്യമായിട്ട് ഇവരുമായിട്ട് ഈ ഒരു എക്സ്പേർട്ടുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും എക്സ്പേർട്ടുകളുടെ സാന്നിധ്യം ഇല്ലാത്തതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. കാരണം എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് തിയററ്റിക് നോളജ് ഉണ്ടാവും, പ്ലസ് അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അത്തരത്തിലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് സലീം ഒക്കോ എന്ന് പറയുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 25-ലധികം വർഷക്കാലം വിദേശത്തും സ്വദേശത്തുമായിട്ട് ഫിനാൻസ് രംഗത്ത് ഒരുപാട് അനുഭവങ്ങൾ നേടുകയും അതിനുശേഷം കേരളത്തിൽ വരികയും ഒക്കോം എന്നുള്ള ബ്രാൻഡിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടിങ് മേഖലയിലുള്ള പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുകയും അവരെ വിദേശത്ത് ജോലി എടുക്കാൻ അല്ലെങ്കിൽ ജോലി സ്വന്തമാക്കാൻ അവരെ പ്രാപ്തമാക്കുകയും സ്വദേശത്തും വിദേശത്തുമായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ജോലി, അതായത് നല്ല വരുമാനമുള്ള നല്ല ശമ്പളമുള്ള ജോലി സ്വന്തമാക്കാൻ അവരെ പ്രാപ്തമാക്കുകയും ഒപ്പം തന്നെ ഓൺടർപ്രണേഴ്സിന് അവരുടെ ഫിനാൻസ് രംഗത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മിസ്റ്റർ സലീം ഒക്കോം എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഇന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഈ സെയിം ചോദ്യം തന്നെയാണ്. വരുന്ന 10 വർഷക്കാലം നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും നിങ്ങളുടെ നോളജൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് സൊസൈറ്റിയിൽ, ഏത് തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ആണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്, വരുന്ന 10 വർഷക്കാലത്ത് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് സൊസൈറ്റിയിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു വിഷയത്തിൽ പാഷനേറ്റ് ആയിട്ട് 1000 ദിവസങ്ങൾക്കധികം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 1000 ദിവസം അല്ലെങ്കിൽ ഒരാളൊരു 10,000 മണിക്കൂർ ഒരാളൊരു മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമുക്ക് ജീനിയസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഫിനാൻസ് രംഗത്ത്, അക്കൗണ്ടിങ് രംഗത്തുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെയാണ് വരുന്ന 10 വർഷക്കാലം സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. നിങ്ങളൊരു 25 വർഷമായിട്ട് നിങ്ങൾ വിദേശത്തായിരുന്നു. 25 വർഷമായിട്ട് 25 വർഷം വിദേശത്താണ്. ഗൾഫിലാണ് കൂടുതലും ഉണ്ടായിരുന്നത്. സൗദി അറേബ്യ, അതുപോലെ ഖത്തർ, ഇവിടെയായിരുന്നു. ഇവിടുത്തെ ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് പോയതാണ്. ജോയിൻ ചെയ്തു. പിന്നെ ചീഫ് അക്കൗണ്ടന്റ് ആയി, പിന്നെ ഫിനാൻസ് മാനേജറായി. അവിടുത്തെ കമ്പനിയാണ്? കേരളത്തിലെ കമ്പനിയിലല്ല. കേരളത്തിലെ കമ്പനിയിൽ ഞാൻ സ്വരാജ് മസ്ദ എന്ന കമ്പനി ഉണ്ടായിരുന്നു. ടിപ്പറൊക്കെ ആക്കിയായിരുന്നു. ഇത് 2000-ലാണ്. അവിടെ വർക്ക് ചെയ്തിരുന്നു. ഞാൻ അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെ ഖത്തറിൽ പോകുന്നത്. അതിന് മുമ്പ് ഒരു 8 വർഷം ഇവിടെ സൗദി അറേബ്യ പോയിരുന്നു. ഓക്കെ, ഖത്തറിൽ ശരിക്കും പോയതിനു ശേഷമാണ് ഞാൻ എന്താണ് അക്കൗണ്ട്സ് എന്ന് പഠിച്ചത്. അതായത് ഇവിടെ നിന്ന് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, സൗദി അറേബ്യയിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അവിടെ ചെറിയ കമ്പനിയായിരുന്നു സൗദി അറേബ്യ. ഇത് കഴിഞ്ഞ് ഖത്തർക്ക് ഞാൻ പോയ സമയത്ത് എനിക്ക് പറഞ്ഞ സാലറി പറഞ്ഞ അതിൻ്റെ പകുതി സാലറി മാത്രം എനിക്ക് അവിടെ കിട്ടിയത്. അതായത് അവിടെ നിന്ന് ഒരു 4000 സാലറി പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് 2000 റിയാൽ മാത്രം സാലറി കിട്ടിയത്. കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ പക്ക പ്രൊഫഷണൽ ആയിരുന്നു അവിടുത്തെ അക്കൗണ്ട്സ്. ഇവിടെ നമ്മുടെ നാട്ടിൽ അതിന് പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ സൗദിയിൽ ഒരു ചെറിയ കമ്പനി വർക്ക് ചെയ്തപ്പോൾ അവിടെയും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നല്ല ചെയ്യുന്നത്. പക്ഷെ പക്ക പ്രൊഫഷണൽ ആയ രീതിക്ക് ചെന്നപ്പോൾ എന്താ ഒരു വർഷത്തോളം കഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് ഹൈ സാലറി ഓരോ വർഷവും 1000 റിയാൽ വെച്ചിട്ട് കൂടാൻ നല്ല ഹൈ സാലറി എനിക്ക് കിട്ടി. കാരണം വെച്ചാല് ഞാൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള, അതായത് ബിസിനസ് എന്തിനാണ് തുടങ്ങുന്നത് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അതിന് വേണ്ടിയാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ഓണർ മാനേജർ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ മാനേജറെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മാനേജർക്ക് എങ്ങനെ പ്രോഫിറ്റ് ആക്കാൻ പറ്റാം, കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മെയിൻ എന്താ പറയാ ഒരു ബാക്ക് ബോണാണ് ഒരു കമ്പനിയുടെ. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ ആ അക്കൗണ്ടന്റാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ആ അക്കൗണ്ടിനെ അറിയാൻ പറ്റുള്ളൂ എവിടേക്ക് കിട്ടാണ്ട്, എവിടേക്ക് കൊടുക്കാനുണ്ട്, ഈ കമ്പനി എങ്ങോട്ടാണ് പോകുന്നത്. ഈ അക്കൗണ്ടന്റ് കൊടുക്കുന്ന റിപ്പോർട്ടാണ് മാനേജർക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർക്ക് കിട്ടുന്നത്. അപ്പൊ കമ്പനിന്റെ അക്കൗണ്ടന്റ് സ്ട്രോങ് ആയിരിക്കണം. കമ്പനിയുടെ അക്കൗണ്ടന്റ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്തായാലും വളരും. ഈ അക്കൗണ്ടിനെ അറിയാൻ പറ്റും ആ കമ്പനി ഏത് ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളൊക്കെ അവരുടെ ക്യാഷ് ഫണ്ടല്ല വർക്ക് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ക്യാഷ് ഫണ്ടാണ്. ഇപ്പൊ നല്ലൊരു അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ സപ്ലൈയർക്ക് ഫാമിലി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സപ്ലൈയറോട് നല്ല രീതിയിൽ പെരുമാറിക്കൂടെ തന്നെ അത് മാക്സിമം ആ സപ്ലൈയുടെ ക്യാഷ് എന്ത് ചെയ്യാം നമ്മുടെ ബിസിനസ് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് അതുപോലെ തന്നെ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ്, ഇതുപോലെ ബാങ്ക് ലോൺ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ അത് എടുക്കുന്നത് മുതലാണ് അതിന്റെ ഇൻട്രസ്റ്റ് വരുന്നത്.
അപ്പോൾ ഒരു സപ്ലൈക്ക് പേയ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓവർഡ്രാഫ്റ്റ് വഴിയാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ മാക്സിമം ഫോർവേഡ് ചെയ്യാൻ പറ്റിയാൽ അത്രയും ഇൻട്രസ്റ്റ് കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഓരോ കമ്പനി പല തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. ആ കള്ളത്തരങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യാൻ അക്കൗണ്ട് കഴിയും. അതായത് ഞാൻ ഫോറൻസിക് അക്കൗണ്ട്സ് ആണ് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിസിനസ്മാനും അതുപോലെ കൊമേഴ്സ് വിദ്യാർത്ഥികളും എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബുക്കാണ് അത്. ഫോറൻസിക് അക്കൗണ്ട്സ് അതായത് ബിസിനസ്സിൽ പല രീതിയിലുള്ള കള്ളത്തരങ്ങളുണ്ട്. ഞാൻ 25 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 വർഷം പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ പിടിച്ചിട്ടുണ്ട്, അതിന് കണ്ടെത്തിയിട്ടുണ്ട്, ആക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ വലിയൊരു മുൻകൂട്ടായിരുന്നു. കാരണം നമുക്ക് ഓരോ പ്രശ്നങ്ങളും നമ്മൾ പഠിക്കുന്നപ്പോഴാണ് അനുഭവങ്ങൾ കിട്ടുമ്പോഴാണ്. ഈ അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ കുറേ കാര്യങ്ങൾ പിടിക്കും. ഈ കിട്ടിയ അനുഭവങ്ങളെല്ലാം ഒരു സ്റ്റുഡൻസിന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വാട്ടർ പാടത്ത് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് അത് പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് വായിക്കുകയാണെങ്കിൽ തന്നെ അയാൾക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിയാൻ പറ്റും. അയാൾക്ക് ഒരു അനുഭവം കിട്ടിയിട്ട് വേണ്ടല്ലോ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും കാലത്തെ 25-ലധികം വർഷം കാലത്തെ നിങ്ങളെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതായിരിക്കും നിങ്ങൾ ഇനിയുള്ള ഒരു 10 വർഷക്കാലം നിങ്ങൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കാനുള്ള പ്രധാന കോൺട്രിബ്യൂഷൻ. അതെ, അത് തന്നെയാണ്. അപ്പൊ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ നിന്ന് ഗൾഫിലെത്തിയതിനു ശേഷം ഒരു വർഷത്തോളം കഷ്ടപ്പെട്ടു വരുന്നത്. കാരണം ചില ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു അക്കൗണ്ട്സ് ട്രെയിനിങ് നമ്മുടെ നാട്ടില് നമ്മളെ ഇന്ത്യയിൽ തന്നെ ആരും കൊടുക്കുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അന്നും വിചാരിച്ചതാണ് എന്തെങ്കിലും എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം വരികയാണെങ്കിൽ നമ്മുടെ മാക്സിമം നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം. ഇന്ന് നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൊടുക്കുന്നത് ഗൾഫ് അക്കൗണ്ട്സ് പറഞ്ഞ ഗൾഫ് വാറ്റ് മാത്രമാണ്. ഗൾഫ് വാറ്റാണ് ടാക്സ്. ഇത് യഥാർത്ഥത്തിൽ ഒരു വാറ്റല്ല. വാറ്റ് ഗൾഫിൽ എല്ലായിടത്തും ഇല്ല. ഖത്തറിലും കുവൈറ്റിലും ഇതുവരെ വാറ്റ് നടപ്പാക്കിയിട്ടില്ല. GCC രാജ്യം 6 ഈ 4 രാജ്യങ്ങളേ ഉള്ളൂ. 2 രാജ്യങ്ങൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. എന്നാൽ അവിടെ വേറെ ടാക്സ് ഉണ്ട്. എന്താണ് അത്? CIT, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഉണ്ട്. അതേപോലെ തന്നെ സെക്ക ഉണ്ട്. ഇതൊന്നും അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല ഒരു ടാക്സിന്റെ മാറ്റം മാത്രമല്ല ഫോറിൻ അക്കൗണ്ട്സും ഇന്ത്യൻ അക്കൗണ്ട്സും നമ്മുടെ ഉള്ളത്. ഏറ്റവും ചുരുങ്ങിയത് 50ഓളം വ്യത്യാസങ്ങളിലുണ്ട്. 50ഓളം വ്യത്യാസങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ. നമ്മുടെ നാട്ടിലെ അക്കൗണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗ്യാപ്പ്, അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പൾസും വേണമെങ്കിൽ പറയാം. ഈ രീതിയിലാണ് നമ്മുടെ അക്കൗണ്ട്സ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. പക്ഷെ ഗൾഫിൽ പോകാന്നുണ്ടെങ്കിൽ IFRS സിസ്റ്റമാണ്. അപ്പൊ അതുമായിട്ട് കുറേ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. ഇതൊന്നും പഠിക്കാതെ ഗൾഫത്തെ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞു പോകുന്നത്. ഈ കുട്ടികൾ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളം ചെറിയ സാലറി കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾ പോവുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് മിനിമം കിട്ടുന്നത് 5000-6000 സ്റ്റാർട്ടിങ് സാലറിയാണ്. അതായത് ചീഫ് അക്കൗണ്ടിന്റെ സാലറിയാണ് അവർ കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര കുട്ടികളെ ഇവിടുന്ന് അവർക്ക് ജോലിയാക്കി കൊടുക്കാൻ പറ്റും, അതുപോലെ അവർക്ക് ഹൈ സാലറി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഈ വരുന്ന 10 വർഷത്തെ എൻ്റെ ലക്ഷ്യം. എല്ലാ രീതിയിലുള്ള പൈതകളും അടച്ചുകൊണ്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും നിങ്ങൾ പുറത്തിറക്കുക അല്ലെ? അവർക്ക് എല്ലാ കള്ളത്തരങ്ങളും പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും കൊടുത്തിട്ടുണ്ട്. അതെ, ഇന്നത്തെ രീതിയിൽ നമ്മൾ അക്കൗണ്ടന്റ്മാർ പോയി കഴിഞ്ഞാൽ അവിടെ പല ഫ്രോഡ് ബില്ലുകളും വരും. ഈ ബില്ലുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ പേയ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കും അക്കൗണ്ടന്റ്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും ഒരു പക്ക പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബില്ല് നമ്മുടെ മുന്നേ വന്നു കഴിഞ്ഞാൽ ഇത് ഒറിജിനലാണോ അല്ലെങ്കിൽ ഫേക്കാണോ എന്നുള്ള ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. അതായത് ബില്ലുകളൊക്കെ ഒറിജിനൽ ആയിരിക്കും. പക്ഷെ അത് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ട്രക്ക് ഡ്രൈവറാണ്. ആ ട്രക്ക് ഡ്രൈവർ ഒരു പെട്രോൾ അടിച്ചു പറഞ്ഞിട്ട് ഒരു ബില്ല് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരാം. ഈ സമയത്ത് അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? അയാൾ ബില്ല് കൊണ്ടുവന്നു ക്യാഷ് കൊടുക്കും. പക്ഷെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഇയാൾ അടിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള അയാൾക്ക് അവിടെ ചെന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഈ ഡ്രൈവറെ പറയില്ല, ഡ്രൈവർ പറയുന്നതാണ് അടിച്ചിട്ടുണ്ടെന്ന് അവർ. പക്ഷെ നമുക്കത് അറിയാൻ പറ്റും. ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ മോസ്റ്റ് ഡിമാൻഡഡ് ആണ്. അവർ മോസ്റ്റ് ഡിമാൻഡഡ് ആയതുകൊണ്ട് തന്നെ അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ കമ്പനിയോട് ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ കമ്പനി അവരുടെ ഡിമാൻഡ് അംഗീകരിക്കും. അങ്ങനെ അവർക്കാണ് ഹൈ സാലറി കിട്ടുന്നത് പറഞ്ഞത്. കാരണം കമ്പനിക്കും മെച്ചാണ്. സംരംഭകർക്ക് നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ടോ? സംരംഭകരെ സംബന്ധിച്ച് നിങ്ങളുടെ സേവനം ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങളെ കുറെ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് സംരംഭകർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്? BCom, M.Com കഴിഞ്ഞ കുറേ കുട്ടികളുണ്ട്. ഇവരൊക്കെയാണ് പല കമ്പനികളിലും അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ CA/CMA ഇവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്. പക്ക പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു അക്കൗണ്ട്സ് നമ്മുടെ നാട്ടിൽ അവർ പഠിപ്പിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കിട്ടുന്ന ഈ അറിവ് വെച്ചിട്ടാണ് പല കമ്പനികളും അക്കൗണ്ട്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല കമ്പനികളുടെ അക്കൗണ്ട്സും പ്രോപ്പറല്ല. ഏത് അക്കൗണ്ടിനോട് ചോദിക്കുകയാണെങ്കിലും അക്കൗണ്ടന്റ് പറയും ഹൈ ടെൻഷനാണ്, വർക്ക് ഹൈ ടെൻഷനാണ്. എന്തുകൊണ്ടാണ് ടെൻഷൻ ആകുന്നത്? അയാൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ടാണ്. ഞാൻ എന്തുകൊണ്ടാണ് 25 വർഷമായി ഈ അക്കൗണ്ട്സ് ഫീൽഡിൽ നിന്നത്? എനിക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നതുകൊണ്ടാണ്. ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ്.
ആ പ്രൊഫഷണൽ ആയിട്ട് അയാൾക്ക് ട്രെയിനിങ് കിട്ടാന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഹൈ സാലറിക്ക് അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ള അക്കൗണ്ടന്റുമാരെ നിങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതെ, അതുപോലെ തന്നെ അക്കൗണ്ടന്മാരെ നമ്മൾ കൊടുക്കുന്നു. ഇനി അതല്ല, അവർക്ക് അക്കൗണ്ടന്മാർ വേണ്ട, അവർക്ക് അറിയണം. ഇപ്പൊ മുസ്തഫാക്കാനൊക്കെ പോലത്തെ ഒരു ഓണ്ടർപ്രണറിന് അക്കൗണ്ട്സ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ, അല്പമെങ്കിലും അറിഞ്ഞെങ്കിൽ എന്താണ് നമ്മൾ റിപ്പോർട്ട്, നമുക്ക് എന്തൊക്കെ റിപ്പോർട്ടാണ് ആവശ്യമുള്ളത്, എങ്ങനെയാണ് നമ്മുടെ കമ്പനി പോകുന്നത്, ഇതൊക്കെ ഇവരോട് ചോദിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് നോളജ് വേണം. അപ്പോൾ ഞാൻ മുസ്തഫാക്കാനെ പോലത്തെ ഓണ്ടർപ്രണേഴ്സിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്സ്, അതുപോലെ ക്യാഷ് ഫ്ലോ, ക്യാപിറ്റൽ ക്യാഷ് ഫ്ലോ, അതുപോലെ ബഡ്ജറ്റ് ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ള ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തിക്കുക. അതായത് ഒരു കമ്പനി ഏകദേശം ഏതൊരു എത്താൻ പറ്റുക അത്രത്തോളം നമ്മൾ എത്തിക്കാൻ ഒരു ട്രെയിനിങ് നമ്മൾ നടത്തുന്നു. പിന്നെ അവർ ജസ്റ്റ് വർക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് സലീം സാർ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോളജ് ഉപയോഗിച്ചുകൊണ്ട് സൊസൈറ്റിയിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത്. ഫിനാൻസ് രംഗം എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സിൻ്റെയും സൊസൈറ്റിയുടെ തന്നെ ബേസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതുകൊണ്ടും ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടും ഒക്കെയാണ് ഒരു സൊസൈറ്റിക്ക് പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഫിനാൻസ് എന്നുള്ളത് എല്ലാത്തിൻ്റെയും ബേസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കളെപ്പോലുള്ള ആളുകളുടെ സേവനം ഈ സൊസൈറ്റിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു രംഗത്തെ എക്സ്പെർട്ട് എന്ന നിലയിൽ താങ്കളെ ഒരു 5 ലക്ഷം ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് ഈ ബി ടോക്കിൻ്റെ ഈ ഒരു വീഡിയോ മാഗസിനിലൂടെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായതിന് വളരെയധികം നന്ദി. ഓക്കെ, ഒരു അവസരം നന്ദിയുടെ വളരെയധികം. ഓക്കെ, ഗ്രേറ്റ്. സർ, താങ്ക് യു സോ മച്ച്.